أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും അതിന് വിരുദ്ധമായതിനെ മുഴുവൻ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്ത് വിശുദ്ധമായ തഖ്വാബോധമുള്ള അല്ലാഹുവിനെ പേടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങളിലൊന്നാണ് ജുമുഅ നമസ്കാരത്തിന് മുമ്പുള്ള ഖുതുബ എന്ന് പറയും. സാധാരണ ചില പള്ളികളിൽ, അറബിയിൽ ഖുതുബ നടത്തുന്ന പള്ളികളിൽ അതിനു മുമ്പായി ഒരു വാചകം പറയാറുണ്ട്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർദ്. 4 റകഅത്താണ് ളുഹ്ർ നമസ്കാരം. അതുകൊണ്ട് ഇന്ന് 2 ആക്കി ചുരുക്കുകയും ബാക്കി 2 തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർദ്, ഫർദ് നമസ്കാരത്തിലെ 2 റകഅത്തിന് പകരമായി ഒരു ഖുതുബ ഉണ്ടായിരിക്കും, അത് അതിന് ബദലാണ് എന്ന് പറയുകയും ചെയ്യാറുണ്ട്. അത് പറയുമ്പോഴും നമ്മൾ ആളുകൾ ഇരുന്ന് സംസാരിക്കുമെന്നത് ഒരുപക്ഷെ വല്ലാത്തൊരു വിരോധാഭാസം. എന്താണെങ്കിലും ശരി, എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു ഖുതുബ വെച്ചത്? വേണമെങ്കിൽ ളുഹ്ർ 4 റകഅത്ത് നമസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ജുമുഅ എന്ന പേരിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നമസ്കരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. പക്ഷെ അതിന് പകരം ആ നമസ്കാരം നടക്കുന്നതിന്റെ മുമ്പ് ഒരാഴ്ചയിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അപ് ടു ഡേറ്റ് ആയി ഇസ്ലാമിക സമൂഹത്തെ നിലനിർത്താനും വേണ്ടി അള്ളാഹു വെച്ച ഏറ്റവും വലിയൊരു സംവിധാനമാണ് ഖുതുബ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ അവരെ തെര്യപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും സുപ്രധാനമായ അറിയിപ്പുകൾ അവരെ അറിയിക്കുകയും ഇസ്ലാമികമായ വിഷയങ്ങളിൽ അപ് ടു ഡേറ്റ് ആക്കി അവരെ നിലനിർത്തുകയും ചെയ്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ മിമ്പറുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നത് മിമ്പറിന്റെ പ്രാധാന്യം കൊണ്ട് മാത്രമല്ല, ആ മിമ്പറിൽ കൈകാര്യം ചെയ്ത പ്രവാചക വചനങ്ങളുടെ പ്രാധാന്യം കൊണ്ട് കൂടിയാണ്. മാത്രമല്ല, പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ തന്നെ ജുമുഅയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പിന്നെ യൗമുൽ ജുമുഅ അങ്ങനെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് പോകണം. വദറുൽ ബൈഅ, പിന്നെ ബാക്കിയുള്ള ശുഗലുകൾ മുഴുവൻ മാറ്റിവെക്കണം. കച്ചവടം എന്നതൊരു ആലങ്കാരിക പ്രയോഗമാണ്. നിങ്ങൾ എന്തിലാണോ ഉള്ളത് അത് മാറ്റിവെക്കണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറെ ഗുണകരമായത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. അറിവുള്ളവരാവുക, വിവരമുള്ളവരാകുക, അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു കർമ്മത്തിന്റെ ഭാഗം കൂടിയാണ് യൗമുൽ ജുമുഅ എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. മാത്രമല്ല, അതുകൊണ്ടാണ് വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഇമാമ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ പള്ളിയിലെത്തണം. ഒട്ടകത്തിന്റെ കൂലിയും ആടിന്റെ കൂലിയും കോഴിയുടെ കൂലിയും കോഴിമുട്ടയുടെ കൂലിയും ഒക്കെ കഴിഞ്ഞ് അവസാനം മലായികത്തൊക്കെ എഴുന്നേറ്റ് പോയതിന്റെ ശേഷം, അല്ലെങ്കിൽ അവര് ഖുതുബ കേൾക്കാൻ ഇരിക്കുന്നതിന്റെ ശേഷം നിങ്ങൾ എത്താൻ പാടില്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞ് അത് വലിയ പ്രതിഫലം വെക്കാനുള്ള കാരണവും ഈ ഖുതുബ എന്ന് പറയുന്നത്
ആ സമൂഹത്തെ അറിയിക്കേണ്ട സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരിടം ആണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുടനീളമുള്ള മിമ്പറുകൾ അള്ളാഹുവിന്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാകുന്നത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും അത് അറബി ഭാഷയിലായതുകൊണ്ട് എന്താണ് പറയുന്നതെന്നോ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും തിരിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതിലേക്ക് കടക്കല്ല എന്റെ ഉദ്ദേശം. ഞാൻ പറയുന്നത് ഖുതുബ എന്ന് പറയുന്നത് അതാണ്. മാത്രമല്ല അത് അത്രമേൽ പ്രാധാന്യം കൊടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിയത്തസല സുമ്മ അത്തൽ ജുമുഅ, ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിച്ചു, പിന്നീട് ജുമുഅക്ക് വന്നു, ഫസല്ലാമ ഖുദറലഹു, അവന് വേണ്ടി നിർണയിക്കപ്പെട്ട നമസ്കാരം അവൻ നിർവഹിച്ചു, സുമ്മ അൻ അശഅത യുഫ്രിയ മിൻ ഖുതുബതിഹി സുമ്മ അൻസത, പിന്നെ അവൻ ശ്രദ്ധിച്ചു കേട്ടു, ഹത്താ യുഫ്രിയ മിൻ ഖുതുബതിഹി, ആ ഖുതുബയിൽ നിന്ന് വേർപിരിതിരിയുന്നവരെ ആളുകളെ ഉപദേശിക്കുകയും ആ ഉപദേശം ശ്രവിക്കുകയും ചെയ്തു. സുമ്മ യുസല്ലാ മഅഹു, പിന്നെ ആ ഇമാമിനോട് കൂടി നമസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖ്റ, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. വഫളു സലാസത്തു അയ്യാമിൻ, 3 ദിവസത്തെ അധികമായ പാപങ്ങളും പൊറുക്കപ്പെടും. അതിന്റെ ഒക്കെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്, ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സാമൂഹികമായ ക്രമത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും നാടിന്റെ ഗതിവിഗതികളെക്കുറിച്ചും ബോധ്യമില്ലാത്ത ഒരു പൊട്ടന്മാരുടെ സമൂഹമല്ല വിശ്വാസികൾ. അവർ അപ് ടു ഡേറ്റ് ആണ്. പ്രവാചകൻ അങ്ങനെയാണ് അവരെ വളർത്തിയത്. ലോകത്തിന്റെ ഗതിവിഗതികൾ അവരെ പഠിപ്പിച്ചുകൊണ്ടാണ് വളർത്തിയത്. തങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യം എന്താണ്, ഇസ്ലാമികമായ മാനം എന്താണ് എന്നവർക്ക് ബോധ്യപ്പെടേണ്ടത് ഓരോ ആഴ്ചയിലും ജുമുഅ ഖുതുബയിൽ നിന്നാണ്. ഒരു വിഷയം നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു, എന്താണ് അതിന്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട്? മുസ്ലിങ്ങൾക്ക് അത് അറിയേണ്ടതുണ്ട്. എവിടെ നിന്ന് കിട്ടും? അത് കിട്ടേണ്ടത് ആധികാരികമായി കിട്ടേണ്ടത് അതിനു വേണ്ടിയാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്ന ഒരു സംവിധാനവും ഒരു മിമ്പറും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഏർപ്പാട് ചെയ്തത് എന്ന് മനസ്സിലാക്കേണ്ടത്. ആ പ്രാധാന്യത്തോടു കൂടി തന്നെ അതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് 1-2 വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇലക്ഷൻ ബൂത്തിലേക്ക് പോവാണ്. ഞാൻ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇത് അല്പം വിശദീകരിച്ചതാണ്. അങ്ങനെ വിശദമായി പറയാനല്ല ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും വിശ്വാസി സമൂഹവും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ പോകുന്ന സന്ദർഭമാണ്. ഏതെങ്കിലും ഇന്ന പാർട്ടിക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയല്ല ഈ സമയം. മറിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന നമ്മുടെ സംസ്ഥാനമടക്കമുള്ള ഏതാനും സംസ്ഥാനങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആ ഭരിക്കുന്നവരാണ് പിന്നീട് നമ്മുടെ ജീവിതവും ജീവിത വിഭവങ്ങളിലുമൊക്കെ കൈവെക്കേണ്ടവരും കരുതലോടെ കാക്കേണ്ടവരും എന്നതുകൊണ്ട് തന്നെ അല്പം ഗൗരവത്തോടു കൂടി തന്നെ ലാഘവ ബുദ്ധിയോടെ അല്ലാതെ വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങളിൽ അതിന് വലിയ വിലയും നിലയുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ തന്നെ വലിയ ഒരു ശതമാനത്തിന് കള്ളിക്ക് പുറത്താണ്. അത് അവർ ചർച്ച ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാമിക കള്ളിക്ക് ഉള്ളിൽ പെടൂല. രാഷ്ട്രീയം പറയേണ്ടത് മതനേതാക്കന്മാരല്ല എന്ന് യൂറോപ്പ് പഠിപ്പിച്ചു വിട്ടതാണ് പണ്ട്. അത് അവരുടെ ആവശ്യമായിരുന്നു, താല്പര്യമായിരുന്നു. അത് ഏറ്റെടുത്ത് പൗരസ്ത്യ സമൂഹവും പിന്നീട് അത് ഏറ്റുപാടി. എന്തിനധികം മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാര് പോലും ഇന്നും ഒരർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് ഞങ്ങളെ വിഷയമല്ല, ഞങ്ങൾ മതം പറയുള്ളൂ, ഞങ്ങൾ രാഷ്ട്രീയം പറയില്ല. ഇസ്ലാമിനെ കുറിച്ച് തികഞ്ഞ അജ്ഞതയിൽ നിന്നാണ് ആ പദപ്രയോഗം തന്നെ. ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണമാണ്, സമഗ്രമാണ്. ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളിലേക്കും അത് വെളിച്ചം വീശുന്നു. വെളിച്ചമല്ല, പൂർണ്ണമായ ജീവിത മാർഗം തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാര് തന്നെ പറയും. പക്ഷേ ഞങ്ങളിൽ രാഷ്ട്രീയമില്ല, അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും ഇസ്ലാം കടന്നുവരും. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും മർമ്മപ്രധാനമായ മേഖലയാണ്. അത് മാറ്റി നിർത്തിയാൽ 90% കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി എന്താ ഉള്ളത്? റേഷൻ കടയിൽ നിന്ന് ആഴ്ചയിൽ വാങ്ങുന്ന അരി പോലും അതുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതത്തിലെ A to Z വെള്ളവും ഭക്ഷണവും
ജീവിതത്തിന്റെ എല്ലാ സംഗതികളും ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഇസ്ലാമിന്റെ കള്ളിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് വേറെ ആരെങ്കിലും കൈകാര്യം ചെയ്തു കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് അവരെ സേവിക്കാൻ പറ്റുന്ന ആളുകളാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, അവര് സേവകന്മാരാണ്. നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ മനസ്സിലാക്കിയത് അവര് മേലെയും ബാക്കിയുള്ള പ്രജകളൊക്കെ താഴെയാണെന്നാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും ഖുലഫാഉർ റാഷിദുകൾ നടപ്പിൽ വരുത്തിയതും ഇസ്ലാം എവിടെയൊക്കെ പ്രശോഭിച്ചു നിന്നോ ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്ന് പറയുന്ന അവരുടെ സേവകനാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ രാത്രി വേഷപ്രച്ഛന്നനായിട്ട് നടന്നതും ആളുകളുടെ സുഖവിവരം അന്വേഷിക്കാൻ ഉറക്കമൊഴിച്ച് പണിയെടുത്ത് നടന്നതും യൂഫ്രട്ടീസിന്റെ തീരങ്ങളിൽ ഒരാട്ടിൻകുട്ടി വിശന്ന് മരിച്ചാൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുമാറ് നീതിബോധവും ന്യായബോധവും കർത്തവ്യബോധവും ഒക്കെ ഉള്ള രാഷ്ട്രീയക്കാരെയാണ് ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ ആണോ എന്ന് വെച്ചാൽ ആവണം. അതിനുവേണ്ടിയാണ് ഇസ്ലാമും മുസ്ലിങ്ങളൊക്കെ ലോകത്ത് ജീവിക്കുന്നത്. പണ്ട് കാലത്തെ ഉട്ടോപ്യൻ ഐഡിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണ്ടൊരു ഉപ്പൂപ്പാന്റെ ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് 1500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥകൾ മാത്രം ഇങ്ങനെ ചർവണം നടത്താനല്ല, അങ്ങോട്ട് നീങ്ങേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പണിയെടുക്കേണ്ടതുണ്ട്. കാലാകാലങ്ങളിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ പണി അതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ഖുർആൻ അങ്ങനെ ഒരു ഭരണാധികാരിയെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം. രാഷ്ട്രീയം ഇസ്ലാമിന്റെ പുറത്താന്നൊക്കെ പറയുന്ന ആളുകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെ വിശദീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഈജിപ്തിന്റെ ഭരണം അങ്ങേയറ്റം മോശമായ ഒരു ഘട്ടത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കടന്നു പോകുന്നുണ്ട്. അത് ചരിത്രപരമായി വിശദീകരിക്കാൻ സന്ദർഭമില്ല. സൂറത്തുൽ ഖസസ് അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റു പല സൂറകളിലും അതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവസാനം ഒരുപാട് ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം ജയിൽവാസത്തിന് ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി അതിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി വരുന്ന ഒരു സന്ദർഭമുണ്ട്. വഖാലൽ മലിക്കു ഇതൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി, യൂസുഫിനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക, ഞാൻ അവൻ എന്റെ പ്രത്യേകക്കാരനായി ഞാനൊന്ന് അവനെ ഉന്നതസ്ഥാനീയനായിട്ട് ഞാൻ നിർത്തട്ടെ. ഫലമ്മാ കല്ലമഹു, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കാല ഇന്നക്കൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ, ഇന്നു മുതൽ നീ എന്റെ വിശ്വസ്തനായ ഉന്നതസ്ഥാനീയനാണ് എന്ന് ഭരണാധികാരി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ സന്ദർഭം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു, കാല ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, ഈ അധികാരം, ഭൂമിയുടെ അധികാരം അല്ലെങ്കിൽ ഈജിപ്തിന്റെ അധികാരം എനിക്ക് നൽകുക. ഇന്നി ഹഫീദുൻ മക്കീൻ, ഇന്നി ഹഫീദുൻ അലീം, ഞാൻ ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവനും വ്യക്തമായ ബോധ്യമുള്ളവനുമാണ്, ജ്ഞാനമുള്ളവനുമാണ്. അങ്ങനെ 4 ഗുണങ്ങളാണ് പരിശുദ്ധ ഖുർആൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഗുണമായിട്ട് പറഞ്ഞത്. ഒന്ന് മക്കീൻ, അമീൻ, ഹഫീദ്, അലീം. വ്യക്തമായ ബോധ്യം, കൃത്യമായ സൂക്ഷ്മത, വിശ്വസ്തത, കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രണ ശേഷി, ഈ 4 ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരമേൽപ്പിക്കുകയും വളരെ ഭംഗിയായിക്കൊണ്ട് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുമായിരുന്ന കൊടിയ പട്ടിണി മരണങ്ങളിലേക്ക് പോകുമായിരുന്ന ഒരു നാടിനെ സമ്പൽ സമൃദ്ധിയോടുകൂടി നിലനിർത്തി സാധ്യമാകുന്ന രീതിയിൽ ഇസ്ലാമികമായ സംവിധാനം കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനായിക്കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടാകേണ്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം തെരഞ്ഞെടുക്കേണ്ട ഭരണാധികാരികൾ ആരാന്ന് വെച്ചാൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം. നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിക സംവിധാനമൊന്നും നിലവിൽ നിൽക്കുന്ന കാലമല്ലാത്തത് കൊണ്ടും അതിന് അത്തരത്തിലുള്ള ഒരു സംവിധാനമല്ലാത്തത് കൊണ്ടും ഉള്ള സംവിധാനത്തിൽ എങ്ങനെ നല്ല ആളുകളെ, ന്യായബോധമുള്ള, സാമാന്യമായ വിവരമുള്ള, വിജ്ഞാനമുള്ള, കാര്യശേഷിയുള്ള, അഴിമതി നടത്താത്ത, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇന്ത്യയില് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകണം. പ്രത്യേകിച്ചും നമ്മുടെ നാട് ഫാഷിസം പിടിമുറുക്കിയിരിക്കുന്ന ഒരു ഭാഗത്ത് ആ രാജ്യത്തിനെ തന്നെ അത് കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. അതിൽ നിന്ന് ഒട്ടൊക്കെ മാറി സ്വസ്ഥമായി ജീവിച്ചിരുന്ന
ഇങ്ങ് ഒരു തലക്കൽ ജീവിച്ചിരുന്ന നാടാണ് കേരളം. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആ കേരളത്തിനെയും ഈ മഹാ ക്യാൻസർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരവതാനി വിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന കഴിവും പ്രാപ്തിയുമുള്ള മൂല്യബോധമുള്ള നല്ല ആളുകളെ, നല്ല സംവിധാനങ്ങളെ നമ്മൾ വിജയിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അബൂദർ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് റസൂലേ ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, എന്നെ ഉപയോഗപ്പെടുത്തിക്കൂടെ? ഒരു ഗവർണറായിട്ടോ ഒരു ഭരണാധികാരിയായിക്കൊണ്ടോ എന്നെ എന്തുകൊണ്ട് താങ്കൾ ഉപയോഗപ്പെടുത്തുന്നില്ല? അബൂദർ പറയാണ്, എന്റെ ചുമലില് പ്രവാചകൻ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, സുമ്മയ്യ കാലയ അബാദർ ഇന്നക ലഈഫുൻ, നീ ആൾ ഉഷാറാണ്, പക്ഷെ നീ ദുർബലനാണ്. അബൂദറെ, നീ ആള് വ്യക്തിത്വം ഉഷാറാണ്, നീ ശുദ്ധനാണ്, നീ സ്വർഗാവകാശിയാണ്, പക്ഷെ ഇന്നക ലഈഫുൻ, നീ ഒരു ദുർബലനാണ്. വഇന്നഹ അമാനത്തുൻ വഇന്നഹ യൗമൽ ഖിയാമത്തി ഖസിയുൻ വനദാമത്തുൻ ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ. ഇതൊരു അമാനത്താണ്, ഇതൊരു വിശ്വസ്തമായി ഏൽപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. അത് സൂക്ഷ്മതാപൂർവം ന്യായപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അത് നിന്ദ്യതക്കും ഖേദത്തിനും കാരണമാകും. വഅദ്ദല്ലദി അലൈഹി ഫീഹിയ, ആ കാര്യങ്ങൾ നേരാവണ്ണം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ പിടിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു. അതുകൊണ്ട് കാര്യപ്രാപ്തിയുള്ള ആളുകളെ, നമുക്ക് ബോധ്യമുള്ള ആളുകളെ, ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, രാജ്യം ഈ പ്രത്യേകമായ ഘട്ടത്തിലൂടെ പോകുമ്പോൾ ആ സമ്മതിദാന അവകാശം ആ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അബദ്ധമായി പോകാൻ പാടില്ല. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അമാനത്തുകളെ അതിന്റെ അർഹരായ ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും നമ്മുടെ സങ്കുചിതമായ കാഴ്ചപ്പാടുകളും ആകരുത് ഒരു രാജ്യത്തിന്റെ ഭാഗധേയം നിർവഹിക്കുന്ന ഇത്തരം സമ്മതിദാന അവകാശ സന്ദർഭങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ന്യായമായ കൈകളിലേക്ക് അമാനത്തിന് എത്തിക്കുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ്. വൈദാ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നീതി കൽപ്പിക്കുകയാണെങ്കിൽ അൻ തഹ്കുമു ബിൽ അദ്ൽ, നീതിപൂർവം നിങ്ങൾ വിധി പറയുകയാണെങ്കിൽ നീതിപൂർവം പ്രഖ്യാപിക്കണം, വിധി കൽപ്പിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ജനാധിപത്യപരമായി അതിനുള്ള അവകാശം നമുക്കുണ്ട്. മറ്റെല്ലാം ഒരുപാട് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളെക്കാളും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളെ കൂട്ടത്തിൽ ജനാധിപത്യം തന്നെയാണ് നമുക്ക് കരണീയമായത്. പക്ഷെ അതിനെ പൂർണ്ണമായി ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് വിട്ടുകൊടുത്താൽ നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, കരിനിയമങ്ങൾ ഉണ്ടാക്കുന്നു, നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു, ചില സമുദായങ്ങളെ ലക്ഷ്യം വെക്കുന്നു, ആ പിന്നോക്ക വിഭാഗങ്ങളെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ അരിച്ചു കളയുന്ന പ്രത്യേകമായ സന്ദർഭത്തിൽ അത് നിർബന്ധമായ ബോധ്യത്തോടുകൂടി കാര്യപ്രാപ്തിയോടുകൂടി തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടത്. നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഭരണാധികാരികൾ. പ്രവാചകന്റെ മഹാനായ ഇബ്നു ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വചനമുണ്ട്, വമിൻ സുന്നത്തില്ല, അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് അയ്യുത്തി അലന്നാസി മിസ്ല അമാലിഹിം, ജനങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് ആളുകൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഭരണാധികാരികളുടെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭരണീയരുടെ ബർക്കത്താണ്. അവരെങ്ങനെയുണ്ടോ അതിനനുസരിച്ച് ജനങ്ങൾ കിട്ടും. വശർറുഹും മൻഷറും, അവരുടെ എത്രത്തോളം തിന്മ അവരിലുണ്ടോ അതിനനുസരിച്ച് തിന്മയുള്ള ആളുകളായിരിക്കും അവർക്ക് ഭരണാധികാരികളായി വരിക. അർറഅയ്യത്തു ഇദസ്തഖാമത്ത് ഇദൻ ഇസ്തിഖാമത്തിൽ വിലാത്ത്, ഭരണീയർ ജനങ്ങൾ നല്ലവരാണെങ്കിൽ ഭരണാധികാരികളും നല്ലവരായിരിക്കും. അല്ല നേരെ മറിച്ചാണെങ്കിൽ അതിനനുസരിച്ച ഭരണാധികാരികളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക. അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗധേയം പൂർണ്ണമായിട്ട് നിർവഹിക്കും. ഈ ബോധ്യത്തോടു കൂടി ആയിരിക്കണം വിശ്വാസി സമൂഹം അവരുടെ സമ്മതിദാന അവകാശം നിർവഹിക്കേണ്ടത്. അത് ഏത് സംഗതിക്കാണെങ്കിലും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സംഗതി ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മളിപ്പോ ദിനേന കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അതിലേറെ അനുഭവിച്ചുകൊണ്ടും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ലോകത്തിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയാതെ തന്നെ, ഒരു മെമ്പർ ഉപയോഗപ്പെടുത്താതെ തന്നെ കാര്യബോധമുള്ളവരാണ് നമ്മൾ. കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇസ്ലാമികമായ സംവിധാനം എന്ന നിലക്ക് അതിനെക്കുറിച്ച് ചില സംഗതികൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ചരിത്രപരമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ.
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന സംഗതിയാണ്. യുദ്ധമാണ് ഒരു ഭാഗത്ത്. യുദ്ധം എങ്ങനെയാണ് ആത്മവിശ്വാസം പ്രദാനം ചെയ്യുക? നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നു, കുട്ടികൾ വധിക്കപ്പെടുന്നു, വേദനാജനകമാണ്. പക്ഷേ ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം, ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നത് മുഴുവൻ ഇതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു സംഗതിയല്ല. ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ കൊടിയ മർദ്ദകന്മാരും പീഡകന്മാരും ഒക്കെ കടന്നുപോയിട്ടുണ്ട്. ഫിർഔനിന്റെ ചരിത്രവും ആമാന്റെ നമ്രൂദിന്റെ ചരിത്രമൊക്കെ പഠിപ്പിച്ച ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനു മുമ്പും അതിനു ശേഷവുമൊക്കെ കടന്നുപോയ ഇത്തരം ഭീകര നരാധമന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നെടുക്കുന്ന ആളുകളുടെ ചരിത്രം പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഇത് ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നേരത്തെ കടന്നുപോയ ആളുകളൊക്കെ എങ്ങനെയാണോ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്, അതുപോലെ തന്നെ ഇതും വലിച്ചെറിയപ്പെടും. നിങ്ങൾ നോക്ക്, 2 വർഷമായി 2 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ റമദാനിൽ അല്ലെങ്കിൽ ആ റമദാനിന് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മർദ്ദക രാജ്യം അമേരിക്കയുടെ സഹായത്തോടുകൂടി ഫലസ്തീൻ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ഭൂമിയുടെ തുണ്ട് പിച്ചുകീറുന്നതിന് വേണ്ടി നിലവിൽ വന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ 2 ദിവസം കൊണ്ടോ അല്ല 24 മണിക്കൂർ കൊണ്ടോ അവസാനിക്കുമെന്ന് പറഞ്ഞ ഒരു യുദ്ധം 2 വർഷം നിലനിന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? യുദ്ധത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പരാജയപ്പെട്ടത് കൊണ്ട് ഇസ്രായേൽ പിൻവാങ്ങിയതല്ല, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പിൻവാങ്ങിയത് തന്നെയാണ്. അത് നേർക്കുനേരെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പരാജയം തന്നെയായിരുന്നു എന്ന് വ്യക്തമായ ബോധ്യമുള്ളതാണ്. പിന്നീട് ഇപ്പോ ഇതാ ഈ റമദാനിന് തൊട്ട് മുമ്പ് വെച്ച് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു ന്യായവുമില്ലാതെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാഹ് ചെയ്യാൻ, ഞങ്ങൾ ഭൂമി നന്നാക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ വാചകം തന്നെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ അവരോട് പറഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഖാലു, അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമല്ല ഉണ്ടാക്കുന്നത്, ഞങ്ങൾ നന്മയാണ്, ഞങ്ങള് ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങൾ ഈ രാജ്യത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയാണ്, മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരും. അലാ ഇന്നഹും ഉമുൽ മുഫ്സിദൂൻ, അടിവരയിട്ടുകൊണ്ട് ഖുർആൻ പറയുന്നു അവര് തന്നെയാണ് മുഫ്സിദുകൾ, ഫസാദ് ഉണ്ടാക്കുന്നവർ, വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷേ അവരതിനെ കുറിച്ച് ബോധ്യമുള്ളവരല്ല എന്ന് ഖുർആൻ പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചരിത്രപരമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ മർദ്ദകന്മാർ വന്നിട്ട് അവരൊക്കെ എവിടെ പോയി? ഖുൽ സീറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം, ഫൻദുറു, എന്നിട്ട് നിങ്ങൾ നോക്കണം, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളുടെ ഒക്കെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. ഖുൽ സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്ക്, സുമ്മൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, കള്ളന്മാരായ കളവ് പറഞ്ഞുകൊണ്ട് ലോക ജനതയെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ച് കളവ് പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ നാഗരികതകളും അതിന് നേതൃത്വം കൊടുത്ത ആളുകളും ഒക്കെ എവിടെയെന്ന് നിങ്ങളൊന്ന് സഞ്ചരിച്ചുകൊണ്ട് ചിന്തിക്ക്, കാണ്. ഖുൽ സീറൂ ഫിൽ അർള്, പിന്നെയും ഒരുപാട് തവണ ഖുർആൻ ഇത് ആവർത്തിക്കാൻ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയുന്നത് ഇതും അവസാനിക്കും, ഈ സംഗതിയും മാറും. ഇപ്പൊ ഇതാ അമേരിക്ക പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്രായേൽ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. തമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്, എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ ആൾബലമുള്ള ആയുധബലമുള്ള സംഘങ്ങളെ ചരിത്രത്തിൽ അധീനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ചരിത്രത്തിലുടനീളം നമ്മൾ ബദർ പറഞ്ഞപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ മുമ്പും അതിന് ശേഷവുമൊക്കെ ജാലൂത്തിന്റെയും മാലൂത്തിന്റെയും ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പറഞ്ഞതും ഒരാഴ്ച കൊണ്ട് ഞാൻ കൊന്നു തീർത്ത് തിരിച്ചു പോരുമെന്ന് പറഞ്ഞിട്ടല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടിയായ മനുഷ്യൻ അങ്ങോട്ട് വിമാനങ്ങളിൽ ബോംബുകളുമായിട്ട് അയച്ചത്. ഒരാഴ്ചയും കഴിഞ്ഞ് ഒരു മാസവും കഴിഞ്ഞപ്പോ ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, കലത്തിനുള്ളിൽ തല കുടുങ്ങിയ ഒരു ജീവിയെ കുറിച്ച് പറയാറുണ്ട്. ആ ജീവിയുടെ അവസ്ഥയിൽ അങ്ങോട്ട് ഊരാൻ വയ്യ എങ്ങോട്ട് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ഒഴിവാക്കി തന്നാൽ മതി, ഹോർമൂസ് കടലിലേക്ക് തുറന്നാലും വേണ്ടിയില്ല, അടച്ചാലും വേണ്ടിയില്ല, ഇനി അതാർക്കും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഞങ്ങളെ ഈ ഏടാക്കൂടത്ത് നിന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് ഒരു ഭാഗത്ത് അമേരിക്കയെ കൊണ്ടും മറുഭാഗത്ത് സ്വന്തം ജനതയുടെ
അക്രമമർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ചുട്ടരിക്കപ്പെടുന്ന സ്വന്തം ജനതയെ സ്വന്തം കണ്ണുകൊണ്ട് മുമ്പ് ഫലസ്തീനികളെ ചുട്ടുവന്നതുപോലെ സ്വന്തം ജനത ചുട്ടുമരിക്കുന്ന തീയിൽ കിടന്ന് മരിക്കുന്നത് കാണേണ്ടി വരുന്ന നെതന്യാഹുവിനുമൊക്കെ വലിയ ഗുണപാഠങ്ങൾ ചരിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് വിശ്വാസികൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അങ്ങനെ കൊട്ടി തൊള്ളിയിടാൻ പറ്റുന്നവരൊന്നും അല്ല. അവിടെ ആൾബലവും വേണ്ട, ആരവവും വേണ്ട, ആയുധബലവും വേണ്ട. ഒന്ന് നെഞ്ചൂക്കോട് കൂടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഈമാനുള്ള മനുഷ്യന്മാര് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അവരെ അതിജയിക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല എന്ന വലിയ ഒരു ഗുണപാഠം നേരത്തെ ഫലസ്തീൻ സമ്മാനിച്ചു, ഇപ്പൊ ഇറാൻ സമ്മാനിക്കുന്നു. ഈ സമ്മാനം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ശുഭപ്രതീക്ഷ നൽകേണ്ടത്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ മഹാന്മാര്, ഉന്നതിയിൽ നിൽക്കേണ്ടവര് എന്ന പാഠം പഠിപ്പിക്കുന്ന സംവിധാനം കൂടിയാണിത്. അവിടെ നമ്മളാണ് കള്ളിക്ക് പുറത്ത് പലപ്പോഴാകുന്നത്. നമ്മളെ പണി ആകെ കൂടുതൽ പണി എന്ന് വെച്ചാൽ ഇവരിപ്പോ സ്വർഗത്തിലേക്കാവോ, ഇവരെല്ലാവരും നരകത്തിലേക്കാണോ, അല്ലെങ്കിൽ അത് ഷഹീദാണോ, ഈ ആള് ഷഹീദല്ലേ, അത് ഇസ്ലാമിന്റെ കള്ളിക്കുള്ളിലാണോ, ഇത് ഇസ്ലാമിന്റെ കള്ളിക്ക് പുറത്താണോ, ഇറാൻ അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് പറഞ്ഞ് അതര വ്യായാമം നടത്തുന്ന പണിയിലാണ് നമ്മളും നമ്മളെ പണ്ഡിതന്മാരുള്ളതെങ്കിൽ അവരും നേരത്തെ പറഞ്ഞ കൈഫക്കാന ആഖിബത്തിൽ മുക്കദ്ദിബീൻ, കള്ളം പറയുന്നവരുടെ പരിണിതി എന്താണ് എന്ന് പരിശോധിക്കാൻ പറഞ്ഞത് അപ്പുറത്തേക്ക് മാത്രമല്ല ഇപ്പുറത്തേക്കും തിരിഞ്ഞു നോക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അഫലാ തഅഖിലൂൻ, അഫലാ തുബ്സിറൂൻ, അഫലാ തസ്മഊൻ എന്നൊക്കെ പറഞ്ഞ് 1000 തവണ ആവർത്തിച്ച് കണ്ണു തുറന്ന് കാണണം, കാതു കൂർപ്പിച്ച് കേൾക്കണം, ചിന്ത ഉപയോഗിച്ച് ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയുന്ന ഖുർആനിന്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കണമെന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ ഞാനത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടു കൂടി ഇസ്ലാമിക ലോകത്തിന് എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവും കെൽപ്പും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ദീനിനെ, അതിന്റെ ശത്രുക്കളെ പടച്ചതമ്പുരാൻ നശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യവംശത്തിന്റെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യന്റെ കൃഷിയും വിളകളും അതുപോലെ തന്നെ തലമുറകളെയും നശിപ്പിക്കുന്ന മാരകമായ ശത്രുക്കള്, കീടങ്ങൾ, ആ കീടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.